2025 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. അടിയന്തരാവസ്ഥ ഇരുട്ടിൻ്റെ നിലവിളികൾ എന്ന പുസ്തകം രചിച്ചത് PS ശ്രീധരൻ പിള്ള. ദ എമർജൻസി ഡയറീസ്, ഇയേഴ്സ് ദാറ്റ് ഫോഗ് ഡെയർ ലീഡർ എന്ന പുസ്തകം രചിച്ചത് നരേന്ദ്രമോദി. 2025 ഷാങ്ഹായ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് മീനാക്ഷി ജയൻ. ആദായ നികുതി ഈടാക്കാനൊരുങ്ങുന്ന ആദ്യ ഗൾഫ് രാജ്യം ഒമാൻ. മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് ആശാ മേനോൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ് ഗ്രിഡ് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്ലാന്റ് സ്ഥാപിതമായത് കച്ച്. അടുത്തിടെ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ദിലീപ് ദോഷി. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത്. IAEAയുമായുള്ള ബന്ധം താൽക്കാലികമായി നിർത്തലാക്കാൻ തീരുമാനിച്ച രാജ്യം ഇറാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായി മാറിയ വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം, കണ്ണൂർ. ടൈറ്റൻ സ്പേസിൻ്റെ ആദ്യ പരിക്രമണ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ജാൻവി പാങ്കേട്ടി. കാലാവസ്ഥാ പ്രവചനത്തിനുള്ള AI മോഡലായ അറോറ അവതരിപ്പിച്ചത് മൈക്രോസോഫ്റ്റ്. 2025 G7 ഉച്ചകോടി വേദി ആൽബർട്ട്. പൂക്കളുടെ പുസ്തകം എന്ന പുസ്തകം രചിച്ചത് M സ്വരാജ്. ഏഷ്യൻ സ്ക്വാഷ് ഡബിൾസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ, വനിതാ, മിക്സഡ് ഡബിൾസ് എന്നീ കിരീടങ്ങൾ നേടിയ രാജ്യം ഇന്ത്യ. ഗൂഗിൾ സെർച്ചിലെ പുതിയ ഫീച്ചർ ഗൂഗിൾ AI മോഡ്. UN ഇൻ്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് യൂണിലാറ്ററൽ കോയേഴ്സീവ് മെഷേഴ്സായി ആചരിക്കാൻ തീരുമാനിച്ചത് December 4.